സിജു കണ്ണൻ കാസർഗോഡ് നിന്ന് ഉണ്ട്. സിജു കണ്ണൻ, കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ബിനു, കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കാസർഗോഡ് സ്വദേശികളായ പൊന്മലയത്ത് കുഞ്ഞിക്കേളു, ചെർക്കളയിലെ രഞ്ജിത്ത് എന്നിവരുടെ മൃതദേഹം അല്പസമയത്തിനകം കാസർഗോഡ് ജില്ലയിലേക്ക് എത്തിക്കും. ഇപ്പോൾ പയ്യന്നൂർ പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം വഹിച്ചുകൊണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് പയ്യന്നൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം കാലിക്കടവിലെത്തും. കാലിക്കടവിൽ വെച്ച ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ ഈ മൃതദേഹം ഏറ്റുവാങ്ങും. അതിനുശേഷം രഞ്ജിത്തിന്റെ മൃതദേഹം ചെർക്കളയിലേക്കും കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം കാലിക്കടവിലും ജന്മനാട്ടിലും എത്തിക്കും. കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം കാലിക്കടവ് രമ്യ ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം തെക്കുംപാട് വായനശാലയിലും പൊതുദർശനത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. സംസ്കാരം 9:30 നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രഞ്ജിത്തിന്റെ മൃതദേഹം 8:30 ചെർക്കളയിലെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. തൊട്ടടുത്ത വീട്ടിലാണ് പൊതുദർശനത്തിനുള്ള സൗകര്യമൊരുക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് രഞ്ജിത്തിന്റെ ചെർക്കളയിലെ വീടിന് തൊട്ടടുത്തായാണ്. വലിയ ഒരു ജനക്കൂട്ടം ഈ വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ചെർക്കളയിൽ കുണ്ടെടുക്കത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലെല്ലാം തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും എല്ലാം തന്നെ വളരെ സജീവമായി ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് തന്നെ ഈ ചെർക്കളയിലേക്ക് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് നാടിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. നാട്ടിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ വളരെ സജീവമായിരുന്നു. 10 വർഷമായി കുവൈറ്റിൽ സ്റ്റോർ കീപ്പർ എന്ന ജോലി ചെയ്യുകയായിരുന്നു. അവധിക്ക് നാട്ടിലെത്തിയാൽ നാട്ടിലെ ഓരോ വീട്ടിലും കയറി ചെല്ലാൻ പറ്റുന്ന അത്രയും അടുപ്പം രഞ്ജിത്തിനുണ്ടായിരുന്നു എന്നാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ നാട്ടുകാരുമായി സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ വീട്ടിലെ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും അപ്പോൾ ഈ ഗൾഫിലായിരിക്കുന്ന കുവൈറ്റിലായിരിക്കുന്ന സമയത്തും അറിയുന്ന രീതിയിൽ നാടുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ എപ്പോഴും നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AKG സ്മാരക കലാകായിക വേദിയുടെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ONV വായനശാലയുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ ജീവിതം കുവൈറ്റിലേക്ക് പറിച്ചു നട്ടപ്പോഴും നാടിന്റെ എല്ലാ ആളുകളുമായി ബന്ധം സൂക്ഷിക്കുന്നതിന് രഞ്ജിത്ത് എപ്പോഴും ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കലാകായിക രംഗത്തെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രഞ്ജിത്ത് ഈ നാടിന്, കുണ്ടെടുക്കം സ്വദേശത്തിന്, ചെർക്കള സ്വദേശത്തിന്, ഈ നാടിന് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്നാണ്. ഇന്ന് രാവിലെ മുതൽ സംസാരിക്കുമ്പോൾ കൂട്ടുകാർ, നാട്ടുകാർ എല്ലാം തന്നെ പല വിധത്തിലുള്ള ഓർമ്മകളാണ് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരുന്നത്. ഇന്ന് ഈ സംഭവം വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ ഇന്നലെ തന്നെ വീട്ടിലേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. CH കുഞ്ഞമ്പു MLA ഉൾപ്പെടെയുള്ള ആളുകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ചെർക്കള പഞ്ചായത്തിലെ 16-ാം വാർഡ് മെമ്പർ, രഞ്ജിത്തിന്റെ വീടിന് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് മെമ്പർ ശിവപ്രസാദ് കൂടി ചേരുന്നുണ്ട്. ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ? സംസ്കാരം എല്ലാ സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന മുഴുവൻ ആൾക്കാർക്കും കാണുവാനും അവരെ ഭൗതിക ശരീരം കാണാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 1 മണിക്കൂറോളം കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുടുംബക്കാർക്ക് വീട്ടിൽ കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുടുംബ ശ്മശാനത്തിൽ സംസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. തൊട്ടടുത്ത് വീട് തൊട്ട് താഴെ തന്നെയാണ്. ഇവിടെ എത്തിയെന്നുള്ള വിവരം ലഭിച്ചു. ഇപ്പോൾ കാലിക്കടവിലെത്താനായി, കരിവള്ളൂർ കഴിഞ്ഞു എന്നാണ് പൈലറ്റ് വാഹനത്തിൽ അവർ പറഞ്ഞത്. കരിവെള്ളൂരിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കാസർഗോഡിന്റെ ജില്ലാ അതിർത്തിയായ കാലിക്കടവിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് 10 മിനിറ്റ് യാത്ര മാത്രമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലിക്കടവ് അതിർത്തിയിൽ വെച്ച് ജില്ലാ ഭരണകൂടം, ജനപ്രതിനിധികൾ, തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ 2 പേരുടെയും മൃതദേഹം ഏറ്റുവാങ്ങുന്നത്. കുഞ്ഞിക്കേളുവിന്റെ മൃതദേഹം പിന്നീട് കാലിക്കടവ് പൊതുദർശനത്തിന് വെക്കും.